ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രൈപ്പിംഗ് സ്റ്റുഡിയോ. നമുക്ക് ഫ്ലഫി പ്ലീറ്റ്സ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഫ്ലഫി പ്ലീറ്റ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലോവർ പോർഷനിൽ ഏത് തൊട്ട് ഏത് വരെയാണ് പ്ലീറ്റിൻ്റെ സ്പേസ് എന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയ ശേഷമാണ് പ്ലീറ്റ് നമ്മൾ എടുക്കാൻ തുടങ്ങുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്ലീറ്റ് എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് 2 പിൻ കരുതുക. വലതുവശത്ത് നമ്മൾ ടക്കിൻ ചെയ്യുന്ന പോയിന്റിന്റെ അത് മുതൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലൂടെ ഒന്ന് ചുറ്റിയെടുക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്ത ശേഷം രണ്ടാമത്തെ റൗണ്ട് മുന്താണിയുടെ ഇറക്കം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മുന്താണി ഇതുപോലെ എടുത്ത ശേഷം ഒന്ന് പുറകിലേക്കിട്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇറക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇനിയാണ് നമുക്ക് ലോവർ പ്ലീറ്റ് എടുക്കേണ്ടത്. ലോവർ പ്ലീറ്റ്, സൈഡ് പ്ലീറ്റ് ഇത് മുതൽ നമുക്ക് ഇതുവരെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് തൊട്ട് ഇതുവരെയുള്ള ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് പ്ലീറ്റിൽ നമ്മൾ കൊടുത്ത ഈ പിന്നിൻ്റെ സ്പേസ് മുതൽ കയ്യിൽ ഈ നടുവിരലിൻ്റെ നീളത്തിൽ ഇത്രയും സ്പേസ് വിട്ട ശേഷം ഇവിടെ ഒരു പിൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് ഏത് മുതൽ ഏത് വരെ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിൻ കൊടുക്കുന്നത്. അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് മുതൽ നമുക്ക് പ്ലീറ്റ് എടുക്കാം. നമുക്ക് ചെറിയ പ്ലീറ്റോ വലിയ പ്ലീറ്റോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലീറ്റ് വേണ്ടത് ഇതുവരെയാണ്. അപ്പോൾ ഇവിടെയും ഒരു പിൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് ഈ പോർഷനിലാണ്, അത് കഴിഞ്ഞിട്ട് ഈ പോർഷനിൽ. അപ്പോൾ ഇത്രയും പ്ലീറ്റിൻ്റെ പോർഷനാണ് നമുക്ക് വേണ്ടത്. ലോവർ പ്ലീറ്റ് എടുക്കാൻ ഇത്രയും പോർഷനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടെ ഒരു പിൻ കൊടുക്കുക. മാക്സിമം പ്ലീറ്റ് എടുക്കുമ്പോൾ എല്ലാ പ്ലീറ്റും ഒരേ ഡിസ്റ്റൻസിൽ തന്നെ എടുക്കാൻ നോക്കുക. നമുക്ക് വലുതായിട്ടും എടുക്കാം, ചെറുതായിട്ടും എടുക്കാം, മീഡിയം സൈസിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് എടുക്കുന്നത്. ഈ ലാസ്റ്റ് പ്ലീറ്റ് വലുതാക്കി എടുക്കുക. ഈ ലാസ്റ്റ് പ്ലീറ്റ് മാത്രം കുറച്ച് വലുതാക്കി എടുക്കുക. ശേഷം ഇതൊന്ന് പിൻ ചെയ്യണം. ഇപ്പം നമുക്കൊരു 8 പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു 10, 11, 12 വരെയൊക്കെ പോകും. ചെറുതായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു 12 പ്ലീറ്റൊക്കെ ഫ്രണ്ടിൽ കിട്ടും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം ആദ്യം, അതിനുശേഷം പിൻ ചെയ്യാം. ഇവിടെ ഇത്രയും ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത ശേഷം ഇവിടെ തുടക്കത്തിൽ ഒരു പിൻ കൊടുത്ത് വയ്ക്കുക. അതിനുശേഷം വേണം ഫുൾ പ്ലീറ്റും അറേഞ്ച് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് അയണിങ് സെക്ഷനിലേക്ക് പോകാം. ഇതേപോലെ ബോർഡർ വരുന്ന സാരി ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ബോർഡറിനെ ബേസ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് ഓരോ പ്ലീറ്റും അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു വിഷറി കണക്കെ അറേഞ്ച് ചെയ്യാൻ നോക്കുക. നമ്മൾക്കിത് കാണുമ്പോൾ ഒരു വിഷറി പോലെ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അറേഞ്ച് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്ലീറ്റ് ചെയ്ത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ പ്ലീറ്റും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം അറേഞ്ച് ചെയ്യാൻ. അതായത് കാണുമ്പോൾ ഒരു വിഷറി പോലെ തോന്നുന്ന രീതിയിൽ പ്ലീറ്റുകൾ ഓരോന്നോരോന്നായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുക. നമുക്ക് ടക്കിൻ ചെയ്യേണ്ട പോർഷൻ വരെ അയൺ ചെയ്ത ശേഷം ബാക്കി വിട്ടേക്കുക. ഇവിടെ നമുക്ക് ടക്കിൻ ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. അപ്പം നമുക്ക് ഇതുവരെ ഈ പ്ലീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇതുപോലെ ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം പ്ലീറ്റ് അറേഞ്ച് ചെയ്യേണ്ടത് ഒരേ വലിപ്പത്തിൽ
ഒരേ ഡിസ്റ്റൻസിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ശേഷം ഇങ്ങനെ ഒന്ന് പിടിച്ച ശേഷം നമുക്ക് അടിയിലൊരു പിൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്ക് ഇത്രയും അയൺ ചെയ്യാം. ഇപ്പം ഞാനിത് അയൺ ചെയ്യുന്നുണ്ട്. ഈ പ്ലീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഡിസ്റ്റൻസിൽ പിടിച്ച് വെച്ച ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ തേക്കുന്ന ഇത്രയും പോർഷനും നമുക്ക് ടക്കിങ് ചെയ്യേണ്ടതാണ്. അതായത് പ്ലീറ്റ് ഉള്ളിലേക്ക് പോവേണ്ട പ്ലീറ്റാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് അയൺ ചെയ്ത് അമർത്തി ഒന്ന് വിടുക. ഇനി ഇത് മുതൽ ഇത്രയും പോർഷനാണ് നമുക്ക് നമ്മുടെ പ്ലീറ്റിൻ്റെ ലോവർ പ്ലീറ്റായിട്ട് പുറമേ കാണുന്ന ഭാഗത്തുള്ള പോർഷനാണ് ഇത്രയും പോർഷൻ. ഇനി നമുക്ക് ഇതാണ് ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടത്. മുകളിൽ നിന്ന് താഴേക്ക് വീതി കൂടി വേണം ഇത് അറേഞ്ചായി വരേണ്ടത്. ഇതുപോലെ ഓരോ പ്ലേറ്റും അറേഞ്ച് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് ഒരേ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഇത്രയും പോർഷൻ അയൺ ചെയ്യാം. ഇത്രയും പോർഷൻ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി അമർത്തി അയൺ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുക മാത്രം. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് വിട്ടാലും മതിയാവും. പിന്നെ അധികം കട്ടിയുള്ള തുണിയാണെങ്കിൽ, അതായത് ഒതുങ്ങാത്ത ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഒന്ന് അമർത്തി വിടാം. ഇത് ജസ്റ്റ് ഇപ്പം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വിട്ടാൽ മതി. പുറത്തൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് അങ്ങ് വിട്ടേക്കുക. ഇനി നമുക്ക് ഈ പ്ലീറ്റിൻ്റെ അടിയിലത്തെ ഈ പോർഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതെ, ഈ പോർഷനിൽ മുകളിലത്തെ ആ ഭാഗത്തിൽ അയൺ ചെയ്യരുത്. പകരം ഇതിന് അടിയിലുള്ള ഈ പോർഷനിൽ അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ കുറച്ച് ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്ലഫി പ്ലേറ്റ്സ് എങ്ങനെ എടുക്കണമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ്, സജഷൻസ് എന്നിവ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.